ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവയലച്ച, ഈ സമുദായ വർഷാചരണത്തിൻ്റെ ഹാൻഡ് ബുക്ക് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പബ്ലിക് അഫയേഴ്സ് കമ്മീഷനാണല്ലോ തയ്യാറാക്കിയത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സിറോ മലബാർ സഭ ഇങ്ങനൊരു സമുദായ വർഷാചരണം അത് പ്രഖ്യാപിക്കുന്നതിനിടയായ സാഹചര്യം എന്തൊക്കെയാണ്? പ്രധാനമായും എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് അതിനുള്ളത്? സമുദായ ശക്തീകരണ വർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം സമുദായത്തെ ശക്തീകരിക്കുക എന്ന് തന്നെയാണ്. അത് നമ്മൾക്ക് ഈ ഒരു കാലങ്ങളായിട്ടുള്ള പല ആശയങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. നമ്മുടെ സമുദായം നേരിടുന്ന വിധങ്ങളായിട്ടുള്ള പിന്നാക്കാവസ്ഥകളെ, മറ്റ് പ്രശ്നങ്ങളെ, ഇവയെക്കുറിച്ചൊക്കെയുള്ള ധാരാളം ചർച്ചകൾ സമൂഹത്തിലെ പ്രത്യേകിച്ച് സഭാ സംവിധാനങ്ങളിൽ ധാരാളമായിട്ട് നടന്നിരുന്നു. വളരെ പ്രത്യേകമായിട്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സർക്കാർ അനൗൺസ് ചെയ്തു. അതിൻ്റെ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായി നമ്മുടേതായിട്ടുള്ള നിവേദനങ്ങൾ കമ്മീഷൻ സമർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ സഭാതലത്തിലെ വ്യാപകമായിട്ടുള്ള പഠനങ്ങൾ നടത്തി, സർവേകൾ നടത്തി, മറ്റ് സർവേകൾ, സർക്കാരിൻ്റെ സെൻസസ്, ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള മറ്റ് ധാരാളം ഡേറ്റകൾ, KMS സർവേ തുടങ്ങി PLRF സർവേ, അങ്ങനെ ഒത്തിരി ഡേറ്റകളൊക്കെ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവയെല്ലാം എടുത്ത് അനലൈസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് നമ്മുടെ സമൂഹം നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ച് സഭാപര തലത്തിലുള്ള പഠനവും സർക്കാർ തലത്തിലുള്ള പഠനങ്ങളും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സഭാ സിനഡിലെ ഈ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അതിനുശേഷം പാലായിൽ വെച്ച് സിറോ മലബാർ സഭ അസംബ്ലി വൈദികരും അൽമായരും മെത്രാന്മാരും എല്ലാം ഉൾപ്പെടെ ഒരു 500 സിസ്റ്റേഴ്സും ഒക്കെ 500ഓളം പേര് സംബന്ധിച്ച 3-4 ദിവസം താമസിച്ച് ചർച്ച ചെയ്ത് ഒരു അസംബ്ലിയാണ്. അതിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2025 സിനഡ് 2026 വർഷം സമുദായ ശക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് പറയുമ്പോൾ ഈ സമുദായം എന്നുള്ളൊരു വാക്ക് ഒരുപക്ഷെ പരമ്പരാഗതമായിട്ട് നമ്മുടെ സഭയിൽ ആ വാക്ക് അധികം ഉപയോഗിച്ചതായി കണ്ടിട്ടില്ല. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലരെങ്കിലുമൊക്കെ ഈ സമുദായം അല്ലെ സമുദായ പ്രവർത്തനം എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിൽ ഒരു വർഗീയതയുടെ മുന്നൊരുക്കമായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമുദായം എന്നുള്ള വാക്ക് സഭാപരമാണോ? സഭയിൽ ഇത് നമ്മുടെ ഒരു നസ്രാണി പാരമ്പര്യത്തിൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഇതിനേക്കാൾ ഇച്ചിരി കൂടി ജാതി എന്നുള്ളൊരു വാക്ക് തന്നെ ഉപയോഗിച്ചിരുന്നു. ജാതിക്ക് കർത്തവ്യൻ എന്നാണ് സഭാതലവൻ അർക്കദിയാക്കോനെ പറഞ്ഞിരുന്നത് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നിതിരിക്കൽ മാണിക്കത്തനാർ ജാതി ഐക്യ സംഘം എന്നുള്ള ഒരു സമിതി, ഒരു സംഘടന രൂപീകരിച്ച് നമുക്കറിയാം. അപ്പോൾ അക്കാലത്തിലെല്ലാം എല്ലാ സമുദായങ്ങളും അവർ ജാതി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഇപ്പം ജാതി എന്നുള്ള വാക്ക് ഒരു പോസിറ്റീവ് വാക്കായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഉച്ചനീചത്വങ്ങളെ, തീണ്ടൽ തൊടിയിൽ ആചാരം, അങ്ങനെയൊക്കെയുള്ള പലതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അങ്ങനെയൊക്കെയുള്ള ഒരു ജാതി ശ്രേണി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടേം ഒരുപക്ഷെ സ്വീകരിച്ചിരുന്നു. എന്നാലും നമ്മൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചു, വിദ്യാഭ്യാസ മിഷണറിമാരൊക്കെ വന്നു. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനങ്ങളെ വളർച്ച ഉണ്ടായി. നവോത്ഥാനം, കേരളത്തിൻ്റെ നവോത്ഥാനം എല്ലാ സമുദായത്തിലും, ഇപ്പം നമ്മുടെ സമുദായത്തിൽ ചാവറയച്ചനാണെങ്കിലും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സമുദായത്തിലും ഇങ്ങനെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നു. അപ്പോഴൊക്കെ അവർ ഉയർന്നു വന്നപ്പോൾ അവർ ഈ ജാതി എന്നതിൽ നിന്ന് ഒരു സമുദായം എന്നതിലേക്ക് കൺവെർട്ട് ചെയ്തു. അപ്പോൾ ജാതി മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് ഉച്ചനീചത്വമൊക്കെ ആണെങ്കിൽ സമുദായം അവർ ആന്തരികമായിട്ട് ചിന്തിക്കുക എന്നുള്ളതിലേക്ക് വന്നു. ഏത് സമുദായമാണെങ്കിലും അവരുടെ അംഗങ്ങളുടെ കെട്ടുറപ്പ്, അവരുടെ അംഗങ്ങളുടെ ഇടയിലെ വളർച്ച, അവരുടെ പുരോഗതി, വിദ്യാഭ്യാസം, അങ്ങനെ അല്ലെങ്കിൽ സ്ത്രീ വിമോചനം, അവരുടെ സമുദായ അനാചാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, അങ്ങനെ ആ ഓരോ സമുദായത്തിൻ്റെയും ഇടയിലെ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടന്നു. അങ്ങനെയാണ് ഒരു പുരോഗമന പദമാണ്, ആധുനിക കാലഘട്ടത്തിനനുസൃതമായിട്ടൊരു പദമായിട്ടാണ് സമുദായത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഉപേക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു നെഗറ്റീവ് പദമല്ല. ജാതി എന്നതിൽ നിന്ന് ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെയും സാംസ്കാരിക പുരോഗതിയുടെയും ഒക്കെ ഫലമായിട്ട് രൂപപ്പെടുത്തിയെടുക്കപ്പെട്ട പരസ്പരം ഒന്നു ചേർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നൊരു കൂട്ടായ്മ എന്ന നിലയിൽ ഒരു പുരോഗമന പദമായിട്ടാണ് സമുദായം നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്.